താമരശ്ശേരി ഷഹബാസ് കൊലപാതകത്തിൽ പ്രധാന പ്രതിയുടെ പിതാവിന് കൊട്ടേഷൻ ബന്ധമെന്ന് വിവരം. പ്രധാന പ്രതിയുടെ പിതാവ് ടി.പി. വധക്കേസ് പ്രതി ടി.കെ. രജീഷിനൊപ്പം നിൽക്കുന്ന ചിത്രം പുറത്ത്. വിവരങ്ങൾ റിയാസ് കെ.മാർ ചേരുന്നുണ്ട്. റിയാസ്, വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് വരുന്നത്. ഇപ്പോൾ താമരശ്ശേരി ഷഹബാസ് കൊലപാതകത്തിൽ പ്രധാന പ്രതിയുടെ പിതാവിന് കൊട്ടേഷൻ ബന്ധമെന്നാണ് വിവരം. വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഹരിത, വളരെയധികം ഞെട്ടിക്കുന്ന ഒരു വിവരമാണ്. താമരശ്ശേരിയിലെ 15 വയസ്സുള്ള വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസിനെ വിദ്യാർത്ഥി സംഘർഷത്തിനിടെ കൊലപ്പെടുത്തിയ സംഭവത്തിലെ പ്രതികൾ, താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ 5 പ്രതികളിലെ പ്രധാന പ്രതി, ആ പ്രധാന പ്രതിയുടെ പിതാവും കൊട്ടേഷൻ സംഘാംഗമാണെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇയാൾക്കെതിരെ സ്വർണ്ണക്കടത്ത് കേസും കൊട്ടേഷൻ കേസും എല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഈ പ്രധാന പ്രതിയുടെ പിതാവായിട്ടുള്ള ഇയാൾ ടി.പി. വധക്കേസ് പ്രതി ടി.കെ. രജീഷിനൊപ്പം നിൽക്കുന്ന ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ബ്ലറർ ചെയ്യാതെ കാണുന്ന ചിത്രം എന്ന് പറയുന്നത് ടി.കെ. രജീഷിൻ്റെതാണ്. ആ ടി.കെ. രജീഷ് ടി.പി. വധക്കേസിലെ പ്രതികളിൽ ഒരാളാണ്. ആ ടി.കെ. രജീഷിനൊപ്പം ടി.കെ. രജീഷ് നിൽക്കുന്നത് വലത്തേ അറ്റത്താണെങ്കിൽ അതിൻ്റെ നേരെ ഇടത്തേ അറ്റത്തുള്ള ആളാണ്, നേരെ എതിർ അറ്റത്തുള്ള ആളാണ് ഈ പ്രധാന പ്രതിയുടെ പിതാവ്. കെട്ടിയിരിക്കുന്ന ആളാണ് പ്രധാന പ്രതിയുടെ പിതാവ് എന്നുള്ളത്. അയാളുടെ മുഖം നമുക്ക് വ്യക്തമാക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമല്ല. കാരണം ഈ പ്രധാന പ്രതിക്ക് പ്രായപൂർത്തിയാകാത്തതുകൊണ്ട് തന്നെ പിതാവിനെ കാണിച്ചു കഴിഞ്ഞാൽ പ്രധാന പ്രതിയുടെ വിശദാംശങ്ങൾ ലഭ്യമാകുമെന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ കൃത്യമായി പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ടി.കെ. രജീഷ് വലത്തേറ്റത്ത് നിൽക്കുന്നു, അതിൻ്റെ നേരെ എതിർവശത്ത് നിൽക്കുന്നയാളാണ് പ്രധാന പ്രതിയുടെ പിതാവ്. ഇയാൾക്ക് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ കേസുകളിൽ പ്രതിയാണ്. അക്രമ സമയത്ത് ഇയാൾ ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്ന് ഷഹബാസിന്റെ പിതാവ് മുഹമ്മദ് ഇഖ്ബാൽ ആരോപിച്ചിരുന്നു. മാത്രമല്ല, പ്രധാന പ്രതികൾക്ക് എല്ലാം തന്നെ ഉന്നത രാഷ്ട്രീയ ബന്ധവും ഉന്നത സ്വാധീനവും ഉണ്ട് എന്ന തരത്തിലുള്ള ആരോപണവും ഷഹബാസിന്റെ പിതാവ് ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ഒരു ചിത്രം, നിർണായകമായി ഈ ഒരു ചിത്രം പുറത്തു വരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ഈ നഞ്ചക്ക് കണ്ടെത്തിയതും ഈ പ്രധാന പ്രതിയുടെ പിതാവ് ഉൾക്കൊള്ളുന്ന പ്രധാന പ്രതിയുടെ വീട്ടിൽ നിന്നാണ് നഞ്ചക്ക് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ നഞ്ചക്ക് ലഭിച്ചത് ഈ പ്രധാന പ്രതിയുടെ പിതാവിന്റെ പക്കലാണോ എന്ന സംശയവുമുണ്ട്. അത് ഈ ഒരു കേസിൽ ഇയാൾക്കും ബന്ധമുണ്ടോ എന്ന സംശയത്തിനിടയാക്കിയിട്ടുണ്ട്. അതേ സംബന്ധിച്ച് അന്വേഷണ സംഘം അന്വേഷിച്ചു വരികയാണ്. റിയാസ്, ഈ ഒരു വിവരം കൂടി പുറത്തു വന്നപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിൽ അവരുടെ രക്ഷിതാക്കൾക്കും പ്രധാന പങ്കുണ്ട് എന്നുള്ളൊരു കാര്യം കൂടിയാണ്. കാരണം അവരുടെ വളരുന്ന സാഹചര്യം കൂടി ഇത്തരം ക്രിമിനൽ കുറ്റങ്ങളിൽ കൂടുതൽ ഇത് നൽകുന്നതാണ്. കാരണം ഇപ്പോൾ ഈ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ഷഹബാസിന് ഒരു ശബ്ദ സന്ദേശം അയച്ചിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് പൊരുത്തപ്പെടണം എന്ന് പറഞ്ഞിട്ടുള്ള ആ വിദ്യാർത്ഥിയുടെ പിതാവാണോ ഇയാൾ? അത്തരത്തിലുള്ള ഒരു സാഹചര്യം നമുക്ക് വ്യക്തമാക്കാൻ ഇപ്പോൾ സാധ്യമല്ല. പക്ഷേ എങ്കിൽ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഗ്രൂപ്പ് ചാറ്റിംഗ് സംബന്ധിച്ച ഓഡിയോകൾ പുറത്തു വന്നിരുന്നു. അതിൽ ഒരു വിദ്യാർത്ഥി, പ്രതിയായ ഒരു വിദ്യാർത്ഥി പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, അത് കേസാകില്ലെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പിതാവ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അത്തരത്തിൽ ഈ രക്ഷിതാക്കളുടെ പങ്ക് വലിയ ഒരു നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതിൽ രക്ഷിതാക്കളുടെ പങ്കും നിർണായകമാണ്. ഈ കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യം ഈ വിദ്യാർത്ഥികൾക്ക് ഒരു ആക്രമണ സ്വഭാവം ഉണ്ടാക്കുന്നതിൽ, നമ്മൾ പുറത്തുനിന്ന് സിനിമയും ഗെയിമിനെയും ഒക്കെ പറയുമ്പോഴും അവരുടെ വീട്, അവരുടെ രക്ഷിതാക്കൾ, ഈ ഒരു സാഹചര്യമെല്ലാം തന്നെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ആ ഘടകം നമ്മൾ കാണാതിരിക്കരുത്. അതിലേക്ക് വഴിതെളിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തെളിവാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ചിത്രം. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയായിട്ടുള്ള ടി.കെ. രജീഷിനൊപ്പം ഈ പ്രതിയുടെ പിതാവ് നിൽക്കുന്ന ഈ ചിത്രം. മാത്രമല്ല, ആ പിതാവിന് കൊട്ടേഷൻ, സ്വർണ്ണക്കടത്ത് കേസുകളിൽ ഉണ്ട് എന്നറിയുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരവും കൂടി പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും അതേ വീട്ടിൽ വെച്ച് തന്നെ നഞ്ചക്ക് കണ്ടെത്തുന്നു എന്നുള്ള ഒരു സാഹചര്യം വരുമ്പോൾ ഏറെ ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ഈ പ്രധാന പ്രതിയുടെ പിതാവിനോ അല്ലെങ്കിൽ മറ്റു രക്ഷിതാക്കൾക്കോ ബന്ധമുണ്ടോ എന്ന കാര്യമെല്ലാം തന്നെ അന്വേഷണ സംഘമാണ് അന്വേഷിക്കേണ്ടത്. അതിൽ തന്നെ നിഷ്പക്ഷമായ അന്വേഷണം വേണം. ഈ പ്രധാന പ്രതിക്ക് എന്തെങ്കിലും രാഷ്ട്രീയ ബന്ധമുണ്ടെങ്കിൽ, അത് ഭരണാനുകൂല രാഷ്ട്രീയ ബന്ധമാണെങ്കിൽ പോലും ഈ ഒരു സംഭവത്തിൽ ഇടപെടലുണ്ടാകുന്ന സാഹചര്യം വരരുത് എന്നുള്ളത് അനിവാര്യമായ ഒരു സംഗതിയാണ്. മാത്രമല്ല, എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ വിദ്യാർത്ഥികൾ നാളെ പരീക്ഷ എഴുതാൻ വരും. പരീക്ഷ എഴുതാൻ ഇവർക്ക് പരീക്ഷാ കേന്ദ്രത്തിൽ അവസരം ഒരുക്കും എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ അവരെ തടയുമെന്ന് യൂത്ത് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നു. കാരണം പരീക്ഷ എഴുതേണ്ട ഒരു വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തി ആ വിദ്യാർത്ഥിക്ക് പരീക്ഷ എഴുതാൻ അവസരം ഒരുക്കാത്ത ഈ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് ഇനി പരീക്ഷ എഴുതേണ്ട സാഹചര്യം ഒരുക്കില്ല എന്ന് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നു. അവരെ തടയുമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഫലത്തിൽ നാളത്തെ SSLC പരീക്ഷയുടെ ആദ്യ ദിനം തന്നെ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ പരീക്ഷ
കേന്ദ്രത്തെ സംബന്ധിച്ച് സംഘർഷഭരിതമാകുന്ന അതായത് വിദ്യാർത്ഥി സമരം കൊണ്ട് സംഘർഷഭരിതമാകുന്ന ഒരു സാഹചര്യമായിരിക്കും നാളെ കാണാൻ കഴിയുക. തീർച്ചയായും താമരശ്ശേരി ഷഹബാസ് കൊലപാതകത്തിൽ പ്രധാന പ്രതിയുടെ പിതാവിന് കൊട്ടേഷൻ ബന്ധം എന്ന വിവരം. പ്രധാന പ്രതിയുടെ പിതാവ് TP വധക്കേസ് പ്രതി TK രജീഷിനൊപ്പം നിൽക്കുന്ന ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.